എൻ്റെ അത് ഭയങ്കര വൈറലാന്ന് അറിയില്ലേ. തളിപ്പറമ്പിൽ എന്നെ ആർക്കും ഒരു വിലയൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ ഇപ്പോഴും അതൊക്കെ ചെയ്യുന്നതാണ്. ഇതൊക്കെ മാസ്ക് ഇട്ട് ചെയ്യുന്നുള്ളൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇപ്പോഴും ഞാൻ എല്ലാവരും എൻ്റെ ഫ്രണ്ട്സായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. പക്ഷെ അവരെല്ലാവരും നമ്മുടെ മാത്രം ഫ്രണ്ട്സ് അല്ല എന്നുള്ളതും ഞാൻ ആലോചിക്കാറ്. പണ്ടത്തെ സത്യനന്ദിക്ക അച്ഛന്മകളുള്ള ആൾക്കാരുടെ എല്ലാവരുടെയും കൂടെ വർക്ക് ചെയ്യണം എന്നുള്ളത് ഭയങ്കര ആഗ്രഹം. ഗുരുവായൂർ ഇറങ്ങിയ സമയത്ത് റീൽസ് നോക്കാൻ പറ്റില്ല. മറ്റിങ്ങനെ വന്നോണ്ടിരിക്കും. ഗുഡ്, വെരി ഗുഡ്. Hi Nigila, welcome to the Rapid Fire with Q Studio. താങ്ക് യു ഇന്ദ്രൻ. 3 Malayalam movies that you would suggest to a non-Malayali to define Malayalam cinema. എനിക്കിഷ്ടമുള്ള സിനിമകൾ ഒരു പ്രശ്നമില്ല. കിഷ്കിന്ധാകാന്ഡം, തിരക്കഥ, മണിച്ചിത്രത്താഴ്. അടിപൊളി. എല്ലാവരും മണിച്ചിത്രത്താഴ് പറയുന്നുണ്ട്. എനിക്കിഷ്ട സിനിമ. ഞാൻ വഴക്കുണ്ടാക്കിയിട്ടുണ്ട് പണ്ട്. ചന്ദ്രമുഖിനെക്കാട്ടിലും നല്ലത് മണിച്ചിത്രത്താഴാണ് പ്രഭു സാറിന്റെ അടുത്ത്. പുള്ളിയാണല്ലോ അതിന്റെ പ്രൊഡ്യൂസർ. ഒരു ഹോളിഡേയില് കംഫർട്ടബിൾ നിഖില എന്ന് പറയുകയാണെങ്കിൽ എന്തായിരിക്കും? എന്റെ അത് ഭയങ്കര വൈറലാന്ന് അറിയില്ലേ. ഇൻസ്റ്റഗ്രാം അതൊക്കെ തന്നെ. അതാണ് ഒരു ഇമോഷണൽ. കുക്ക് ചെയ്യും ഞാന്. ഫുഡ് ഉണ്ടാക്കാൻ എനിക്കിഷ്ടമാണ്. ഷൂട്ടിനൊക്കെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ അത് മിസ് ചെയ്യും. അപ്പോൾ ഞാൻ വീട്ടിൽ വന്നാൽ എനിക്ക് ചായ ഇട്ട് കുടിക്കുക എന്ന് പറയുന്നത് എൻ്റെ ഒരു വലിയൊരു, എൻ്റെ ജീവിതത്തിലൊരു വലിയ സന്തോഷമുള്ളൊരു കാര്യമാണ്. അപ്പോൾ ചായ പല ദിവസങ്ങളിൽ നിർത്തണം എന്ന് ആലോചിക്കുമ്പോഴും ഈ ഒരു സന്തോഷം എനിക്ക് മിസ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ചിലപ്പോൾ ഞാനത് ചെയ്യാറുണ്ട്. എൻ്റെ ഒരു ഹോളിഡേ ബേസിക്കലി അങ്ങനെയൊക്കെയാണ്. ചായ കുടിക്കുക, കുക്ക് ചെയ്യുക, ഇൻസ്റ്റാഗ്രാം നോക്കുക, കിടക്കുക. ഫുഡും ചായനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ചോദിക്കുക, കണ്ണൂർ സ്പെഷ്യൽ ഒരാൾക്ക്, പുറത്തുള്ള ഒരാൾക്ക് സജസ്റ്റ് ചെയ്യാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ഐറ്റം പറയും? ഫുഡാ? ഫുഡ്. അത് സ്പോട്ടാ? ഫുഡ്, ചോറും മീനും ഡെഫിനറ്റ് ആയിട്ടും എല്ലാവർക്കും സജസ്റ്റ് ചെയ്യും. അത്യാവശ്യം നല്ല ചെറിയ ചെറിയ ഹോട്ടലുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ, ഇപ്പോൾ വണ്ടേനാണെങ്കിലും ആനന്ദഭവനാണെങ്കിലും അല്ലെങ്കിൽ കുടുംബശ്രീ വനിതാ ചേച്ചിമാരെ നടത്തുന്ന കടകളൊക്കെ പോയി കഴിഞ്ഞാൽ ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾക്ക് ചോറും മീനും, മീൻകറിയും, മീൻ വറുത്തതും ഒക്കെ ട്രൈ ചെയ്യാം. ഈ മീൻ വറുത്തതിൽ ഏറ്റവും ഇഷ്ടം ഏതാ? മീൻ വറുത്തതിൽ ബെസ്റ്റ് നമ്മൾ എനിക്ക് ചെമ്മീനും കല്ലുമ്മക്കായി, നമുക്കവിടെ മുരു എന്ന് പറഞ്ഞിട്ട് കിട്ടും, മറ്റേ നമ്മുടെ ഓയിസ്റ്റർ. സോ അത് കിട്ടും. അതൊക്കെ ഞാൻ ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് സജസ്റ്റ് ചെയ്യും. പിന്നെ എല്ലാ മീനും മത്തിയായാല ഒക്കെ ഇഷ്ടമാണ്. എല്ലാം ഇഷ്ടമാണ്. ഇമോഷണൽ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ നിങ്ങളിലേക്ക് എന്താ? അതില്ല, എനിക്ക് ഭയങ്കര കുറവാണ്. ഭയങ്കര കുറവുള്ള ഒരാളാണ് ഞാൻ. പക്ഷെ അത് ഞാൻ ബിൽഡ് ചെയ്തെടുക്കുന്ന ഒന്നാണ് എനിക്ക് എന്നെ സംബന്ധിച്ച് ഇമോഷണൽ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. ഞാൻ ഇമോഷണലി ഭയങ്കര വീക്കായിട്ടുള്ള ഒരാളാണ്. പക്ഷെ ഞാൻ എൻ്റെ സ്ട്രെങ്ത് തിരിച്ച് റീബിൽഡ് ചെയ്യാന്ന് പറയുന്നില്ല. നമ്മളൊരു സ്ഥലത്ത് ഡൗൺ ആയി പോയടത്തുനിന്ന് ഞാൻ റീബിൽഡ് ചെയ്തെടുക്കുന്നതാണ്, ഞാൻ ബിൽഡ് ചെയ്തെടുക്കുന്ന ഒന്നാണ് എനിക്ക് ഇമോഷണൽ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. ആക്ട്രസ് ആയതിനു ശേഷം ഏറ്റവും കൂടുതൽ ഇപ്പം മിസ് ചെയ്യുന്ന കാര്യം എന്താ? ഞാൻ എനിക്കൊന്നും മിസ്സിങ് ഇല്ല. നാട്ടിൽ പോയാലും ഞാനെല്ലാം ചെയ്യും. അപ്പം എനിക്ക് സ്വാഭാവികമായിട്ടും മിസ് ചെയ്യേണ്ടത് എന്താ? ബസ്സിൽ പോവുക, ഓട്ടോറിക്ഷയിൽ പോവുക, അല്ലെങ്കിൽ പുറത്തിറങ്ങി നടക്കുന്നത്, കടകളിൽ പോയിട്ട് പഴയ പോലെ സാധനം വാങ്ങാൻ പറ്റുന്നില്ല എന്നുള്ളതൊക്കെ, അതൊക്കെ ഞാൻ ചെയ്യും. അതൊക്കെ എപ്പോഴും ചെയ്യും. തളിപ്പറമ്പിൽ എന്നെ ആർക്കും ഒരു വിലയൊന്നുമില്ല. അതുകൊണ്ട് കടയിൽ പോവാൻ വില പേശാം, അല്ലെങ്കിൽ ഇത്ര ഇത് പൈസ കൂടുതലാണെന്ന് പറഞ്ഞ്. ഇപ്പോൾ എൻ്റെ അവിടെയാണ് തൃച്ചംബരം അമ്പലം. അപ്പോൾ പണ്ട് അവിടെ പായസത്തിന് 5 രൂപയായിരുന്നു. ഇപ്പം പായസത്തിന് 40 രൂപയായിട്ടാണ്. അപ്പോൾ അന്ന് കുറച്ചധികം പായസം കിട്ടായിരുന്നു. ഇപ്പം 40 രൂപ പായസം കുറച്ചു. ഇടയ്ക്കൊരു സമയത്ത് ശർക്കരയ്ക്ക് വില കൂടി എന്ന് പറഞ്ഞിട്ട് ഒരു വെള്ള പായസമാക്കി. അപ്പം ഞാൻ പോയിട്ട് വഴക്കുണ്ടാക്കുമായിരുന്നു അവരടുത്ത്. മറ്റേ പായസത്തിന് 5 രൂപയ്ക്ക് പായസം ഉണ്ടായിരുന്നു, ഇതിലും ഉണ്ടായിരുന്നല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട്. ഇപ്പോഴും ഞാൻ പായസം ചോദിച്ചു പോയിക്കഴിഞ്ഞാൽ അവർ പറയും വില കൂടുതലാട്ടോ, വാങ്ങാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കും. അപ്പം ഞാൻ പറയും, ഇപ്പോഴും ഞാൻ പറയും വില കൂടുതൽ തന്നെയാണ്. പക്ഷേ അന്നത്തെ ക്വാണ്ടിറ്റിയും അന്നത്തെ ടേസ്റ്റും അന്നത്തെ ക്വാളിറ്റി ഇപ്പോൾ ഇല്ല. പക്ഷെ എന്നാലും ആ പായസം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇപ്പോഴും അതൊക്കെ ചെയ്യുന്നതാണ്. ഇതൊക്കെ മാസ്ക് ഇട്ട് ചെയ്യുന്നുള്ളൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ലൈഫിൽ ഒരു ബിഗ്ഗസ്റ്റ് അൺലേണിംഗ് എന്തായിരുന്നു വെച്ചാൽ നിഖില വിമൽ എന്ത് പറയും? ആൾക്കാരെ ഞാൻ ഇങ്ങനെ കുറച്ചധികം ബ്ലൈൻഡായിട്ട് ട്രസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യം എനിക്കുണ്ടായിരുന്നു. ബ്ലൈൻഡ് അതിൽ ഇപ്പോഴും ഞാൻ ട്രസ്റ്റ് ചെയ്യും. പക്ഷെ അന്ന് അതിലെനിക്ക് ഭയങ്കര റിഗ്രറ്റ് ഉണ്ടായിരുന്നു. ഇന്നത് അത് പാർട്ട് ഓഫ് ലൈഫാണ്. ചില കാര്യങ്ങൾ നമുക്ക് അങ്ങനെ ലേൺ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളൊരു ബോധ്യം വന്നു. അന്ന് ഇത് അയ്യോ അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു, അവരെന്നെ അങ്ങനെ ചെയ്തല്ലോ ഇങ്ങനെ ചെയ്തല്ലോ എന്നാലേക്കും എല്ലാ മനുഷ്യരും ചിലപ്പം എല്ലാവരുടെ അവസ്ഥയിലും അവരങ്ങനെ ആയിരിക്കണം എന്നില്ല. ചിലർ അങ്ങനെയാണ്. അങ്ങനെ ഒരു എപ്പോഴും പണ്ട് നമുക്ക് ദേഷ്യം വരുന്നൊരു കാര്യം ഉണ്ടാവില്ലേ, അല്ലെങ്കിൽ നമുക്ക് അവരോട് വെറുപ്പുണ്ടാവുന്നു എന്ന് പറയുന്ന സ്പേസ് എനിക്കില്ല. ഇപ്പം എനിക്ക് അങ്ങനെ വെറുപ്പോ ദേഷ്യമോ അങ്ങനെയുള്ള ആൾക്കാരോട് തോന്നാറില്ല. ചില സാഹചര്യങ്ങൾ ചിലപ്പോൾ അവരങ്ങനെ ചെയ്തായിരിക്കാം. പക്ഷെ അവർ നമ്മുടെ കൂടെ നിൽക്കാനുള്ള ആൾക്കാരായിരിക്കില്ല എന്ന് പറയുന്ന ഒരു ലേണിങ് വന്നു എന്നുള്ളതാണ്. അത് അൺലേൺ ചെയ്തെടുത്തതാണ് ബേസിക്കലി. എല്ലാവരും നമ്മൾ വിചാരിക്കുന്ന പോലെ എല്ലാവരും നമ്മുടെ ഫ്രണ്ട്സ് അല്ല
എന്നുള്ളതുകൊണ്ട് ഇപ്പോഴും ഞാൻ എല്ലാവരും എൻ്റെ ഫ്രണ്ട്സായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. പക്ഷെ അവരെല്ലാവരും നമ്മുടെ മാത്രം ഫ്രണ്ട്സ് അല്ല എന്നുള്ളതും ഞാൻ ആലോചിക്കാറുണ്ട്. നിങ്ങൾ വളരെ ഭയങ്കര അടുത്ത സുഹൃത്താണെന്ന് നിങ്ങൾ ഒരാളെ പറ്റി വിചാരിക്കുന്നു. അപ്പോൾ അവർ നമുക്ക് വേണ്ടി എന്തെല്ലാം ചെയ്യും എന്ന് നമ്മൾ വിചാരിക്കുന്നു. പക്ഷെ ഒരു പോയിന്റിൽ ചിലപ്പോൾ അവർ നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തായിരിക്കില്ല. ചിലപ്പോൾ അവർക്ക് വേറെയും അതുപോലെ തന്നെ അവർ കൺസിഡർ ചെയ്യുന്നത് ചിലപ്പോൾ നമ്മൾ അങ്ങനെ ആയിരിക്കില്ല എന്നൊക്കെ പറയുന്നത് ഒരു പോയിന്റിൽ നമ്മൾ ഭയങ്കരമായിട്ട് ഷാറ്റർ ചെയ്യുന്ന ഒരു കാര്യമായിരുന്നു. ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ നമ്മളെ പറ്റി ആരെങ്കിലും കുറ്റം പറഞ്ഞാലും ഒക്കെ അതിനെ കുറച്ചുകൂടെ സമാധാനപരമായി എടുക്കാൻ പഠിച്ചു എന്ന് പറയുന്നൊരു സ്പേസ് ഉണ്ട്. അതൊരു വല്ലാത്തൊരു റിയലൈസേഷനാണ്. അതിപ്പോൾ അതില്ലാത്തവരും ഉണ്ട്. പക്ഷെ ഇപ്പോഴും ചിലതൊക്കെ ഞാൻ ഇപ്പോഴും ഹോൾഡ് ചെയ്ത് വെക്കുന്ന കാര്യങ്ങളുണ്ട്. സ്റ്റിൽ അങ്ങനെ ഞാൻ ഹോൾഡ് ചെയ്ത് വെക്കുന്നുണ്ടെന്നുണ്ടെങ്കിലും അതുകൊണ്ട് എനിക്കുണ്ടാവുന്ന പ്രശ്നങ്ങൾ അത് എൻ്റെ ഉത്തരവാദിത്തമാണെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അത് അയാളെ അല്ലെങ്കിൽ വേറൊരു വ്യക്തിനെയോ അല്ലെങ്കിൽ വേറൊരു കാര്യങ്ങളെയോ ഞാൻ അതിനകത്ത് കുറ്റം പറയില്ല. ബേസിക്കലി അതെൻ്റെ പ്രശ്നമാണ്. അതെനിക്ക് വേണമെങ്കിൽ വിട്ടുകളയാവുന്ന പല കാര്യങ്ങളും ചിലത് നമ്മളൊരു ട്രഷറായിട്ട് നമ്മൾ കീപ്പ് ചെയ്യില്ലേ ചില കാര്യങ്ങൾ. ചില വ്യക്തികളായിരിക്കാം, ചില വസ്തുക്കളായിരിക്കാം, അതൊക്കെ ഇപ്പോഴും ഉണ്ട്. എന്തായിരുന്നു ഇന്ദ്രന്റെ ഏറ്റവും വലിയ ഇതൊക്കെ തന്നെയായിരുന്നു. അതായത് എല്ലാവരും നമ്മുടെ ഫ്രണ്ട്സ് അല്ല. വേറെ ഞാൻ പഠിച്ച ലൈഫിൽ നമ്മുടെ കൂടെ ആരും ഉണ്ടാവില്ല. നമ്മുടെ ചുറ്റും നിൽക്കുന്ന വെരി ക്ലോസ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാർ വരെ എത്രത്തോളം നമ്മുടെ പൊസിഷൻ അല്ലെങ്കിൽ നമ്മൾ ഏത് സിറ്റുവേഷൻ ആണെന്ന് റിയലൈസ് ചെയ്ത് നിൽക്കുന്ന ആൾക്കാർ വളരെ കുറവായിരിക്കും. കൂടിപ്പോയാൽ ചിലപ്പോൾ നമ്മുടെ അച്ഛനോ അമ്മയോ സിബ്ലിങ്സോ ഉണ്ടാവും. അതിനപ്പുറത്തേക്ക് ആരും ഉണ്ടാവില്ല. ഇന്ന് കഴിഞ്ഞ ഒരു 2 വർഷത്തിനിടെ ഞാൻ പഠിച്ചു. ഗുഡ്, വെരി ഗുഡ്. ഇനി എങ്ങനത്തെ ക്യാരക്ടേഴ്സ് ഒക്കെ ചെയ്യണം എന്നാണെങ്കിൽ ഒരു ആഗ്രഹം? എനിക്ക് ഇപ്പം ചെയ്ത ക്യാരക്ടേഴ്സും ഇനി ഒരിക്കൽ കൂടെ ചെയ്യാൻ പറഞ്ഞാൽ എനിക്കിഷ്ടമാണ്. ഇനി പുതിയത് വന്നു കഴിഞ്ഞാൽ അതും ചെയ്യാൻ എനിക്കിഷ്ടം. എനിക്ക് എല്ലാ തരം ക്യാരക്ടേഴ്സും, ഇനി ഇന്നതെന്നുള്ളതില്ല. ട്രൈ ഔട്ട് ചെയ്യണം എന്നുള്ളൊരു ജോണർ. ഹൊറർ എനിക്കിഷ്ടമാണ്. കോമഡി എന്നോട് എപ്പോഴും ആൾക്കാർ ചോദിക്കാറുണ്ട്. എൻ്റെ തമാശകൾക്ക് കുറച്ച് പേരെങ്കിലും ചിരിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ചിരിക്കുന്നത് കൊണ്ട് അവർ പറയും കോമഡി സിനിമകൾ ട്രൈ ചെയ്തുകൂടെ. ഞാൻ ഫ്രണ്ടായിട്ട് വിളിക്കാറില്ല. അപ്പം അങ്ങനെ അത് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഞാനിപ്പോൾ കോമഡി സിനിമകളിൽ കുറേ അഭിനയിക്കും. പക്ഷെ ആ സിനിമകളിലൊക്കെ സീരിയസ് ആയിരിക്കും ഞാൻ. അങ്ങനെയാണ് എൻ്റെ ക്യാരക്ടേഴ്സ്. പക്ഷെ ഞാൻ കോമഡി ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. അതായത് ഇത് പറഞ്ഞ പിന്നെ കോമഡി സിനിമകൾ ചെയ്യണം എന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ കോമഡി സിനിമകൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ എല്ലാ സിനിമയിലും ഞാൻ ഭയങ്കര സീരിയസ് ആയിരിക്കും. അപ്പോൾ ബാക്കി എല്ലാവരും കോമഡി ഒക്കെ പറഞ്ഞു കഴിഞ്ഞാലും എന്നെ വെച്ച് കോമഡി ഒക്കെ ഉണ്ടാക്കും. പക്ഷെ ഞാൻ സീരിയസ് ആയിരിക്കും. ഓക്കെ, നമ്മുടെ മലയാള സിനിമയിൽ ഒരുപാട് ലെജൻസ് ഉണ്ടായിരുന്നു, സ്റ്റിൽ ഉണ്ട്. പക്ഷെ KPC ലളിത പോലെ, ഒടുവിൽ ഉണ്ണികൃഷ്ണൻ പോലെ, തിലകൻ സാറ് പോലെ ഒരുപാട് ലെജൻസ് നമ്മുടെ മലയാള സിനിമയിൽ ഉണ്ടായിരുന്നു. ഗോയിങ് ബാക്ക് ഇങ്ങനെയുള്ള ലെജൻസിന്റെ കൂടെ ഒരു സ്ക്രീൻ സ്പേസ് ഷെയർ ചെയ്യാൻ കിട്ടാൻ ഒരു ചാൻസ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം ഞാൻ ഭാഗ്യദേവത ചെയ്തതാണ്. ഞാൻ ഇപ്പോഴും ആലോചിക്കുന്നത് അത് എന്നെ സംബന്ധിച്ച് ഞാനല്ല സിനിമയുടെ ലീഡും അല്ല, ഒന്നുമല്ല. ഞാൻ മറ്റേ ചൈൽഡ് ആർട്ടിസ്റ്റ് ആയിരുന്നു. ജയറാമേട്ടൻ്റെ അനിയത്തിയായിട്ടാണ്. പക്ഷെ ഞാൻ ആ സിനിമയിലാണ് നെടുമുടി വേണിച്ചേട്ടൻ്റെ കൂടെ അഭിനയിച്ച, KPC ലളിത ചേച്ചിയുടെ കൂടെ അഭിനയിച്ചതൊക്കെ. അപ്പോൾ എനിക്ക് അവരുടെ കൂടെയൊക്കെ ഞാൻ സ്ക്രീൻ സ്പേസ് ഷെയർ ചെയ്തു എന്നുള്ളത് അന്ന് എനിക്കത് വലിയ കാര്യമൊന്നുമായിരുന്നു. കാരണം 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അത്രയൊക്കെ ബുദ്ധിയല്ലേ നമുക്കുണ്ടാവും. ഇപ്പം ആലോചിക്കുമ്പം എനിക്ക് അതിനുള്ളൊരു അവസരം കിട്ടിയിരുന്നു എന്നുള്ളത് എന്നെ ഭയങ്കര സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ആ കൂട്ടത്തിൽ എനിക്ക് പറഞ്ഞില്ലേ, എനിക്ക് പണ്ടത്തെ സത്യനന്ദിക്കാട് സിനിമകളിലുള്ള ആൾക്കാരുടെ എല്ലാവരുടെയും കൂടെ വർക്ക് ചെയ്യണം എന്നുള്ളത് ഭയങ്കര ആഗ്രഹമാണ്. ആ ഒരു സെറ്റപ്പിൽ വർക്ക് ചെയ്യണം, അങ്ങനത്തെ ഒരു സിനിമകൾ ചെയ്യണം എന്നുള്ളത് ഭയങ്കര ആഗ്രഹം. അപ്പം എനിക്ക് അതിൻ്റെ കൂടെ പറയണ ഉർവശി ചേച്ചിയോടെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്, ലളിത ചേച്ചിയോടെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവരൊക്കെ കൂടെ വർക്ക് ചെയ്തതുകൊണ്ട് എനിക്ക് അവരോടൊക്കെ ഭയങ്കര അടുപ്പവും ഉണ്ടായിരുന്നു എന്നുള്ളത് എനിക്ക് ഭയങ്കര സന്തോഷം ഉള്ളൊരു കാര്യമാണ്. നിഖിലയുടെ പ്ലേലിസ്റ്റിലുള്ള ഒരു 3 പാട്ട്. എൻ്റെ പ്ലേലിസ്റ്റിൽ അധികം തമിഴ് പാട്ടുകളാണ് ഉള്ളത്. മലയാളം എപ്പോഴും കേൾക്കുന്ന ഒരു 3 പാട്ട് ഏതാന്ന് വെച്ചാൽ എന്താ പറയും? ഇനി മറ്റേ പൂവാസം, ആ പാട്ട് എപ്പോഴും കേൾക്കും. പിന്നെ മറ്റേ പൂവാസം പുറപ്പെടും പെണ്ണി, അത് ഞാൻ എപ്പോഴും കേൾക്കുന്ന പാട്ടാണ്. പിന്നെ ഇസയിൽ തുടങ്ങുന്നമ്മ എന്ന് പറഞ്ഞിട്ടൊരു പാട്ടുണ്ട്, രാജാ സാറിൻ്റെ ഒരു പാട്ടാണ്. അത് ഞാൻ എപ്പോഴും കേൾക്കുന്ന ഒരു പാട്ടാണ്. കൺമണി അൻപോട് എപ്പോഴും കേൾക്കുന്ന പാട്ടാണ്. പിന്നെ ഇത്തിരി ഇൻറ്റൻസ് ആയിട്ടുള്ള പാട്ടുകൾ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പം റീസെൻ്റ്ലി ഇപ്പം നമ്മുടെ ചാവേറിലെ പാട്ടുകളൊക്കെ ഞാൻ കേൾക്കാറുണ്ട്. മറ്റേ പൊലിക അതൊക്കെ കേൾക്കാറുണ്ട്. പിന്നെ മറ്റേ ചെന്താമര, ആ പാട്ട് ഞാൻ കേൾക്കാറുണ്ട്. അങ്ങനത്തെ പാട്ടുകൾ കേൾക്കുന്നത് അങ്ങനത്തെ ഇൻറ്റൻസ് പാട്ടുകൾ കേൾക്കാൻ എനിക്കിഷ്ടമാണ്. ഈ ചിലരുടെ പാട്ട് കേൾക്കുന്ന സമയത്ത് ഇപ്പോൾ മൂഡ് ഡൗൺ ആണെങ്കിൽ എലിവേറ്റ് ആവും എന്നൊക്കെ പറയും. അങ്ങനെ ഉള്ള ഒരാളാണോ? എനിക്ക് ചിലപ്പോൾ ഡ്രൈവ് ചെയ്യുമ്പോൾ അത് ഭയങ്കര ക്രിഞ്ച് സാധനമായിരിക്കും. പക്ഷെ അതിന് ശേഷം ഞാൻ ഈ മറ്റേ നാടോടികളിലൊരു പാട്ടില്ലേ,
ശംഭോ ശിവശംഭോ ശിവശിവശംഭോ. ഞാൻ ഭയങ്കര പതുക്കെ പോകുന്ന ഡ്രൈവർമാരുള്ള വണ്ടികളിൽ ഈ പാട്ട് വെക്കും. ഗ്രാജുവലി അതിനൊരു സ്പീഡ് കൂടും. അങ്ങനത്തെ പാട്ടുകള്. അപ്പൊ എനിക്കങ്ങനെ ഭയങ്കര പതുക്കെയാണ് ഇപ്പൊ തോന്നിക്കഴിഞ്ഞാൽ ഞാൻ എന്നെ എലിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഈ പാട്ടുകൾ വെക്കാറുണ്ട്. ഗ്രാജുവലി അവർക്കും ആ ടെമ്പോയിൽ അത് കുറച്ച് കൂടാറുണ്ട്. നിഖിലിനെ കുറിച്ച് നിഖില തന്നെ കേട്ടിട്ടുള്ള ഒരു ഫണ്ണിയസ്റ്റ് റൂമറോ? ചിരിച്ചു മറഞ്ഞൊരു റൂമർ. എന്നെ പറ്റി അങ്ങനെ പൊതുവെ റൂമറുകൾ ഭയങ്കര കുറവാണ്. അല്ലെങ്കിൽ കണ്ട ട്രോളോ ന്യൂസോ ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റുകളോ? ഞാൻ ഈ മറ്റേ തറുതല സ്റ്റാർ എന്ന് പറയണത് എനിക്ക് ചിരി വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു സാധനം ഉണ്ടായിരുന്നത്, ചേച്ചി സന്യാസിയായപ്പോ അവള് സന്യാസിയായപ്പോ ഒരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു, ചേച്ചി സന്യാസി അനിയത്തി തോന്നിയാസി എന്ന് പറഞ്ഞു. അതെന്നെ വളരെയധികം. ഇനി ഞാൻ ഓരോ സിനിമയുടെ പേര് പറയാം. ആ സിനിമയുടെ പേര് പറയുന്ന സമയത്ത് മനസ്സിൽ ആദ്യം പോപ്പപ്പ് ചെയ്യുന്ന ഒരു മെമ്മറി, ഒരു ഇൻസിഡന്റ്. എന്റെ തന്നെ സിനിമ. അതെ, ഓക്കെ. ആദ്യം ഭാഗ്യദേവത. ഞാൻ ഇവരുടെ കൂടെ ഒക്കെ അഭിനയിച്ചത് ഭയങ്കര രസമുള്ളൊരു മെമ്മറിയാണ്. ആ സിനിമ ഞാൻ ചെയ്തില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഞാൻ ഇവരെ കാണുകയില്ല, അവരുടെ കൂടെ അഭിനയിക്കൂല എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടല്ലോ. അതിപ്പോൾ ആലോചിക്കുമ്പം ഭയങ്കര ചെറിസ്റ്റ് മെമ്മറിയാണ്. അരവിന്ദന്റെ അതിഥികൾ എനിക്ക് എല്ലാം മെമ്മറിയാണ്. എനിക്ക് ആ സിനിമ എനിക്ക് ഭയങ്കര സന്തോഷം തന്ന സിനിമയാണ്. ആ സിനിമയിലുള്ള എല്ലാ ആൾക്കാരും ഇപ്പോഴും അങ്ങനെ വലിയ ടച്ചിലുള്ള ആൾക്കാരല്ലെങ്കിൽ പോലും അവരെല്ലാവരെയും ഞാൻ എൻ്റെ ഭയങ്കര ക്ലോസസ്റ്റ് മൈ ഹാർട്ട് എന്ന് പറയുന്നത് പോലുള്ള ആൾക്കാരാണ് എല്ലാവരും. മോഹനേട്ടനാണെങ്കിലും ഒക്കെ എനിക്കത് ഇപ്പോൾ ഈ മൊമെൻറ്റിൽ വിളിച്ചാൽ എനിക്ക് അവിടെ നിന്ന് തുടങ്ങാൻ പറ്റുന്നത് പോലെയുള്ള റിലേഷനുള്ള ആൾക്കാർ. എനിക്ക് അവരെ കാണുമ്പോൾ എനിക്കിങ്ങനെ അറിയാം, നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ സ്നേഹം നിറയുന്നു എന്ന് പറയുന്ന ഒരു സ്പേസ് നമുക്ക് തോന്നില്ലേ. ഗ്രാജുവലി എനിക്ക് അങ്ങനെ ഒരു സാധനം വരുന്ന സിനിമയാണ് അരവിന്ദൻ്റെ. എനിക്ക് ആ സിനിമയെ സംബന്ധിച്ച് എല്ലാം മെമ്മറിയാണ്. നമ്മൾ അരവിന്ദൻ്റെ അതിഥികളിൽ കാണിക്കുന്ന ലോഡ്ജില്ലേ, അത് നമ്മൾ കുംഭകോണത്താണ് ഷൂട്ട് ചെയ്തത്. അപ്പോൾ കുംഭകോണത്ത് ഷൂട്ട് ചെയ്തത് കൊണ്ട് എല്ലാവരും പിന്നെ മൂകാംബികയിൽ പോകുന്ന ആൾക്കാരെല്ലാം ഈ ലോഡ്ജ് അന്വേഷിച്ച് പോകാറുണ്ട്. പക്ഷെ ബേസിക്കലി അത് നമ്മൾ കുംഭകോണത്താണ് ഷൂട്ട് ചെയ്തത് എന്നുള്ളത് കൊണ്ട് കാണാൻ പറ്റില്ല. പക്ഷെ അത് ഭയങ്കര രസമുള്ള ഒരു സ്പേസ് ആയിരുന്നു. പിന്നെ കുടജാദ്രി പോയത്, എല്ലാവരും മൊത്തം ക്രൂ രാത്രി അവിടെ പോയിട്ട് ഹോൾട്ട് ചെയ്തിട്ട് പിറ്റേ ദിവസം രാവിലെ മല കയറുന്നു, എന്നിട്ട് അവിടെ ഷൂട്ട് ചെയ്യുന്നു. ഡ്രസ് ചേഞ്ചർ ആണെങ്കിൽ ഓരോ പ്രാവശ്യം മല ഇറങ്ങി വരണം. അങ്ങനെയായിരുന്നു. പക്ഷെ ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല രസമുള്ളൊരു, എൻ്റെ ഭയങ്കര കോർ മെമ്മറിയിൽ എപ്പോഴും മരിക്കുന്നത് വരെ മറന്നു പോകരുത് എന്നൊക്കെ പറയുന്ന സാധനങ്ങൾ, അങ്ങനത്തെ ഒരു സിനിമയാണ് എനിക്ക് അരവിന്ദൻ. ഞാൻ പ്രകാശൻ എന്നെ സംബന്ധിച്ച് എനിക്ക് ആദ്യമായിട്ട് ഭയങ്കരമായിട്ടൊരു നെഗറ്റിവിറ്റി വന്നൊരു സിനിമയായിരുന്നു അത്. ഞാനതങ്ങനെ, ആ സിനിമ ഭയങ്കര ഹിറ്റായപ്പോഴും എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. ഇപ്പോൾ ഞാനില്ല, ആ സെറ്റപ്പിലായിരുന്നു ഞാൻ. ഭയങ്കര ഹിറ്റായി എന്നോട് നാട്ടിൽ നിന്നൊക്കെ വിളിച്ച് പറയുന്ന ആൾക്കാർ എക്സ്ട്രാ ചെയറൊക്കെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടൊക്കെ സിനിമ കാണുന്ന പോലത്തെ ഇത്രയും തിരക്കൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ. അപ്പോൾ അതൊക്കെ അങ്ങനെയൊക്കെ പറയുമ്പോൾ ഞാൻ അങ്ങനെ കേട്ടോണ്ടിരുന്നായിരുന്നു. അതായത് ശരിക്കും പറയുകയാണെങ്കിൽ പ്രകാശൻ എന്നെ പറ്റിച്ചതുകൊണ്ട് ഞാൻ പ്രകാശനെ പറ്റിക്കുന്നതാണ്. പക്ഷേ ഈ ഫഹദ് ഫാസിൽ ഭയങ്കര മനോഹരമായി അഭിനയിക്കുന്ന ഒരാളായതുകൊണ്ട് പുള്ളി അഭിനയിച്ച് ഞാൻ പുള്ളിനെ പറ്റിച്ചു എന്നുള്ളത് മാത്രം ഗ്ലോറിഫൈ ചെയ്യപ്പെട്ടു എന്ന് പറയുന്ന ഒരു സാധനത്തിൽ എനിക്കിത് ഭയങ്കര വിഷമമുള്ളൊരു സിനിമയായിരുന്നു. അതർവൈസ് എനിക്ക് ആ സിനിമ ഞാൻ പറയാം, തിരിച്ച് സത്യനന്ദിക്കാരൻ്റെ കൂടെ ഒരു സിനിമ ചെയ്യുന്നു, സത്യനങ്കളുടെ കൂടെ വർക്ക് ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു കാര്യം എനിക്കതിൽ ഭയങ്കര മെമ്മറി എന്ന് പറഞ്ഞാൽ കുമാർ സാറും സത്യനങ്കളും കാരവനിലിരുന്നാണ് ഭക്ഷണം കഴിക്കുക. അപ്പം കുമാർ സാറൊക്കെ ഭയങ്കര എന്താ പറയുക, എല്ലാം കഴിക്കില്ല, ജങ്ക് കഴിക്കില്ല, അങ്ങനെയൊക്കെയാണ്. അപ്പം എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കഴിക്കുമ്പോൾ മറ്റേ ഈ മീൻ അങ്ങനെ ആയതല്ല, ഈ മീൻ അങ്ങനെ ആയതല്ല എന്നൊക്കെ പറയും. അപ്പം ഞാൻ ഈ അഖിലേട്ടനെയും കുഞ്ഞുണ്ണിച്ചേട്ടനുണ്ട് അതിൽ, കുമാർ സാറിൻ്റെ മോനൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങൾ കാരവനിൽ ഭക്ഷണം കഴിക്കാന്ന് പറഞ്ഞു. ഇവർ ഞങ്ങൾ വരില്ല, ഞങ്ങൾക്ക് മനസ്സമാധാനത്തോടെ കഴിക്കണം, അച്ഛന്മാരുണ്ടെങ്കിൽ സമ്മതിക്കില്ല എന്ന് പറയും. അപ്പം ഞാൻ ഇവരുടെ കൂടെ പോയിരുന്നിട്ട് മറ്റേ ഇന്ന തവിടുള്ള അരിയുടെ ചോറ്, അത് ആ സമയത്ത് നമ്മൾ ജനറലി അങ്ങനെ ഭയങ്കര കോൺഷ്യസ് ആയിട്ട് കഴിക്കില്ലല്ലോ. അപ്പോൾ കുമാർ സാറൊക്കെ പറയുമ്പോൾ മറ്റേ ഇന്നത് കഴിക്കാവുള്ളൂ, അത് കഴിച്ചാൽ അതിൽ എണ്ണയാണെന്നൊക്കെ പറയും. അപ്പം ഇങ്ങനെ മറ്റേ റെസ്ട്രിക്റ്റഡ് ആയിട്ട് ഇങ്ങനെ കഴിക്കായിരുന്നു. അത് ഓർമ്മയുണ്ട്. തമ്പി ജീത്തു ചേട്ടൻ്റെ സിനിമയായിരുന്നു. പക്ഷെ എനിക്ക് ആ സിനിമ ഭയങ്കര രസമുള്ള മെമ്മറി എന്ന് പറയുന്നത്, അത് നമ്മൾ ഊട്ടിയിലൊക്കെ ആയിരുന്നു ഷൂട്ട് ചെയ്തത്. R.D. രാജശേഖറാണ് അതിൻ്റെ ക്യാമറമാൻ. അപ്പം ജീത്തു ചേട്ടൻ പൊതുവെ അങ്ങനെ ഭയങ്കര ബ്യൂട്ടി ഷോട്ട്സ് വെക്കാൻ ഇഷ്ടമുള്ള ആളൊന്നുമല്ല. പുള്ളിക്ക് മറ്റേ ഭയങ്കര സ്ക്രിപ്റ്റ് ഓറിയൻറ്റഡ് ആയിട്ട് സ്ക്രിപ്റ്റിന് എന്ത് വേണോ, അപ്പം ഇതിന് ഇങ്ങനെ അങ്ങനത്തെ ഷോട്ടുകൾ വേണം, അങ്ങനെ എന്നുള്ളതാണ്. അപ്പോൾ R.D. സാറാണെങ്കിൽ ഭയങ്കര
ഭയങ്കരമായി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷോർട്സ് വെക്കുന്നതും ഭയങ്കര പാനിങ്ങും അങ്ങനത്തെ ഒക്കെ ഉള്ള ഒരാളാണ്. അപ്പോൾ എപ്പോഴും ഇപ്പോഴും ഞാൻ ആ സിനിമയെ പറ്റി ആലോചിക്കും, ഞാൻ ആലോചിക്കും. അപ്പോൾ പാർട്ടി സാർ വന്നിട്ട് ജിത്തു ചേട്ടൻ്റെ അടുത്ത് ഒരു സാർ ഞാൻ ഈ ഷോട്ടിന് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ വെച്ചാലോ, നിങ്ങൾക്ക് പിള്ളേർ വേണ്ട സ്റ്റാൻഡിലിട്ട് വെച്ചാൽ മതി. പിന്നെയും പുള്ളി വന്നിട്ട് ഞാൻ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇപ്പുറത്ത് ഇത് ഇങ്ങനെ സൂം പോയ പിള്ളേർ വേണ്ട സ്റ്റാൻഡിലിട്ട് വെച്ചാൽ മതി എന്ന് പറയും. അപ്പോൾ അത് എപ്പോഴും ഇവരിങ്ങനെ അതിൻ്റെ പേരിൽ ഇങ്ങനെ അവരിങ്ങനെ വർത്താനം പറഞ്ഞിട്ട് പുള്ളി ഇങ്ങനെ മൂഡൗട്ടായിട്ട് പോകുന്നത് ഞാൻ എപ്പോഴും ആലോചിക്കും. അപ്പോൾ അത് ആലോചിക്കും എന്തോരം നല്ല ഷോർട്സ് ഒക്കെ വെച്ച ആളാണ്. പക്ഷേ പുള്ളിക്ക് അങ്ങനെ പുള്ളിയുടെ സൈഡിൽ നിന്നുള്ള ഒരു എക്സ്പ്ലോർ ചെയ്യാനുള്ളൊരു സ്പേസ് ഉള്ള സിനിമയായിരുന്നില്ല അത്. അപ്പം ഡയറക്ടർക്ക് ഇന്ന മതി എന്നുള്ളതാണ്. അത് ഞാൻ എപ്പോഴും ആലോചിക്കും. ആ സിനിമയെ പറ്റി ആലോചിക്കുമ്പോൾ എനിക്കത് ഇത് ആദ്യം ഓർമ്മ വരും. സ്പാർക്ക് അതാണ് എനിക്ക്. ഞാൻ എപ്പോഴും പറയരുത്, എന്നെ കണ്ട ആൾക്കാർ അവസാനം ഞാൻ വരുമ്പം ആൾക്കാർ കൂവുന്നത്. പക്ഷെ ഞാൻ എന്നിട്ട് ഞാൻ തിയേറ്ററിൽ പോയിട്ട് ഞാൻ ഇങ്ങനെ ഇരുന്നിട്ടാണ് കാണുന്നത്. ഭാഗ്യത്തിനാണ് ഞാൻ വന്നപ്പോൾ സമാധാനം. അപ്പോൾ എല്ലാവരും കൈയടിച്ചപ്പോൾ ഞാൻ മറ്റേ ഫോട്ടോ കാണിച്ച് മൊമെന്റിൽ ഞാൻ സത്യമായിട്ടും വിചാരിച്ചത് മറ്റേ DQ സ്പാർക്ക് തോന്നുന്നൊരു ആൾ എന്ന് പറയുമ്പോൾ എന്നെ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര അബദ്ധമായി പോകുമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എൻ്റെ ഭാഗ്യത്തിന് അത് കുഴപ്പമില്ല, അത് വർക്കായി വന്നു എന്നുള്ളത്. പിന്നെ സുരാജേട്ടൻ്റെ മറ്റേ അത് ഭയങ്കര ഇമോഷണൽ അലങ്ങാതെ കിടക്കുന്ന ശവപ്പെട്ടിയിലാണ് കിടക്കുന്നത്. ഈച്ചൊക്കെ വന്നാൽ കോമഡിയാണ്. അപ്പൊ ഇവരെന്താന്ന് വെച്ചാൽ ഇനി ഇത് പറഞ്ഞിട്ട് അത് ആൾക്കാർക്ക് കാണുമ്പോൾ അതിന്റെ ഇന്റൻസിറ്റി ഫീൽ ചെയ്യില്ല കേട്ടോ. അതാണ് ഒരു പ്രശ്നം. ഭയങ്കര ഇമോഷണൽ സീൻ ആയതുകൊണ്ടാണ് പറയുന്നത്. അത് ഭയങ്കര ഇമോഷണൽ സീനാണല്ലോ. അപ്പൊ പുള്ളി കരയുന്നു, ദുൽഖർ വരുന്നു, കരയുന്നു, അങ്ങനെയൊക്കെയാണല്ലോ. ഇവര് വന്ന് കരയുന്ന സമയത്ത് ഇങ്ങനെ അതായത് ഇവര് ഈ ആക്ഷന് മുന്നേ ഇവര് മറ്റേ എന്റെ മുഖത്ത് ഈച്ച പോകുന്നതിനെ പറ്റി കളിയാക്കിക്കൊണ്ടിരിക്കുകയായിരിക്കും. ഞാനാണെങ്കിൽ മറ്റേ കൈ വെക്കാൻ പറ്റില്ല, കാല് വെക്കാൻ പറ്റില്ല. ഇടയ്ക്ക് മറ്റേ അതൊക്കെ കഴിയുമ്പോൾ ഞാൻ പറയും ഒരു 5 മിനിറ്റ് ഇരുന്നോട്ടെ, അങ്ങനെ പെട്ടി കിടക്കുന്നത് ഇതുണ്ട്. അപ്പൊ ഇവരിങ്ങനെ നടന്നു വരുമ്പോൾ ചിലപ്പോൾ ഞാൻ പെട്ടിയിൽ ഇങ്ങനെ ഇരിക്കുകയായിരിക്കും. അപ്പൊ ഇവരത് കണ്ടിട്ട് ചിരിച്ചിട്ട് പോകും. അങ്ങനത്തെ കുറെ സാധനങ്ങളായിരുന്നു. അത് ഭയങ്കര ഇമോഷണൽ. പുള്ളി അത് ഭയങ്കര രസമായിട്ട് ചെയ്ത സീനായതുകൊണ്ട് ആൾക്കാർക്ക് അത് അതിന്റെ ഡെപ്തിൽ ഫീൽ ചെയ്യുന്നിടത്ത് ഞാൻ ഇത് പറഞ്ഞാൽ ചിലപ്പോൾ അത് ഭയങ്കര ഇതായി പോകും, ബ്യൂട്ടി പോവും എന്നുള്ളതുണ്ട്. മധുരം അച്ഛൻ മരിച്ചതിന് ശേഷം ഞാൻ ആദ്യം ചെയ്യുന്ന സിനിമയാണ് മധുരം. അച്ഛൻ മരിച്ചിട്ട് ഒരു 15ാമത്തെ ദിവസമാണ് ഞാൻ മധുരത്തിൽ ജോയിൻ ചെയ്യുന്നത്. അപ്പം എനിക്കത് ഭയങ്കര എന്താ പറയുക, ഈ ഇത്തിരി ഭയങ്കര ഇമോഷണലി അങ്ങനത്തെ ഒരു റോളർ കോസ്റ്റർ സിനിമയായിരുന്നു അത്. കാരണം ഇത് മറ്റേ സീനുകളിൽ അഭിനയിക്കാൻ വരുന്നതിന് മുമ്പ് ചിലപ്പോൾ ഞാൻ ആലോചിക്കും, ചിലപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് കരയൊക്കെ ആയിരിക്കും. പക്ഷെ ഞാൻ വന്നിട്ട് ഇങ്ങനെ അങ്ങനെ ഒരു സിനിമയാണ്. പക്ഷെ എനിക്കത് ഭയങ്കര പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സിനിമയാണ്. ഭയങ്കര ഇഷ്ടമുള്ളൊരു സിനിമയാണ് എനിക്ക് മധുരം എന്ന് പറയുന്നത്. അതിന് ഓർമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈറ്ററുടെ അടുത്ത് പോയിട്ട് ഞാനിങ്ങനെ അതെപ്പോഴും ഇവർ പറയും, അതായത് ഈ ബ്ലാങ്ക് ഫാഹിമും ഇവരുമായിരുന്നു റൈറ്റേഴ്സ്. അപ്പോൾ അവരിങ്ങനെ ഇവിടെ മറ്റേ ഗ്യാപ്പ് ഇടും പേജിൻ്റെ ഇത് ആർട്ടിസ്റ്റിന് പെർഫോം ചെയ്യാനുള്ള സ്പേസ് ആണ് സ്ക്രിപ്റ്റിൽ. അതായിരുന്നു അത്. നമ്മൾ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഈ സമയത്ത് ഇങ്ങനെ റിയാക്ട് ചെയ്താൽ മതി ഇങ്ങനെ ഇരിക്കും. ഞാൻ പറയടാ എന്തെങ്കിലും ഒന്ന് പറയണം. അങ്ങനത്തെ ഒരു ഭയങ്കര എല്ലാം നമ്മുടെ ഏജ് ഗ്രൂപ്പ് ഓഫ് ആൾക്കാരായിട്ടുള്ള ഒരു സിനിമയാണ്. അപ്പം എനിക്ക് കുറേയൊക്കെ അതിനകത്തുനിന്ന് ഇപ്പം എൻ്റെ ഒരു ഇതിനകത്തുനിന്നൊരു റിക്കവർ ആവാനും കൂടെയുള്ള ഒരു സ്പേസ് തന്നിട്ടുള്ള സിനിമയായിരുന്നു. അതുകൊണ്ട് എനിക്കത് ഭയങ്കര സ്പെഷ്യലാണ്. മമ്മൂക്കയുടെ കൂടെ സിനിമ ചെയ്യുന്നു എന്ന് പറയുന്നതായിരുന്നു ആ സിനിമയുടെ ഒരു ഇത്. അപ്പം എൻ്റെ അടുത്ത് ആദ്യം ജോഫിൻ വന്ന് കഥ പറയുമ്പോൾ അതിൽ മമ്മൂക്കയും മഞ്ജു ചേച്ചി ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇവര് അതിന് ശേഷമാണ് ഇവരൊക്കെ വരണേ. അപ്പം ഞാൻ മറ്റേ വന്ന് കഥ പറഞ്ഞ് കുറേ നാൾ കഴിഞ്ഞിട്ട് മറ്റേ ഇവരൊക്കെ വരണമെന്ന് പറയുമ്പോൾ അപ്പം ഞാനപ്പോൾ ആദ്യം ചോദിക്കും, മമ്മൂക്കൊക്കെ ബേസിക്കലി ഈ സിനിമയുടെ ഒരു കഥ എന്ന് പറയുന്നത് എൻ്റെയും ആ കുട്ടിയുടെയും കഥയാണല്ലോ. അപ്പം മമ്മൂക്കൊക്കെ വന്നിട്ട് ആ സിനിമ ചെയ്യുന്നു എന്ന് പറയുന്നത് ഞാൻ ശരിക്കും സമ്മതിച്ചു. ഞാൻ അങ്ങനെ ആലോചിക്കായിരുന്നു. എന്നിട്ട് ഞാൻ പിന്നെ ആലോചിക്കുമ്പം ഞാൻ വിചാരിച്ചിട്ടുണ്ട്, അതായത് അതൊരു ചെറിയ സിനിമയായി പോകേണ്ടെന്നൊരു സിനിമേനെ വലിയ സിനിമയാക്കിയത് അവരാണ്. അപ്പം പിന്നെ കോവിഡിന് ശേഷം ഈ 50% ഒക്യുപ്പൻസിയിൽ ഹിറ്റായ സിനിമയാണത്. അപ്പം അങ്ങനെയൊക്കെ ആലോചിക്കുമ്പോൾ ആ സിനിമ ഭയങ്കര സ്പെഷ്യലാണ്. മമ്മൂക്കയായിട്ട് ആ സിനിമയിൽ നിന്നാണ് എനിക്കൊരു നല്ല റിലേഷൻഷിപ്പ് ബിൽഡായതും ഒക്കെ. ഫോട്ടോ വൈറലായത് ശരിയാണ്, ഫോട്ടോ വൈറലായത് ആ സിനിമയിൽ നിന്നാണ്. അപ്പം അതൊക്കെ ജോ ഭയങ്കര സ്പെഷ്യലായി. ഈ പറഞ്ഞ എല്ലാ സിനിമകളും സ്പെഷ്യലാണ്, അതുപോലെ ഭയങ്കര സ്പെഷ്യലായിട്ടുള്ള സിനിമയാണ്. അവരെല്ലാവരും എനിക്കിപ്പോഴും എല്ലാ ദിവസവും എന്ന് പറയുന്ന പോലെ എനിക്ക് വേണമെങ്കിൽ വർത്തമാനം പറയാൻ പറ്റുന്ന ആൾക്കാരാണ്. അപ്പം
എഡീജ ആണെങ്കിലും ശരി, നസ്ലൻ മാത്യു, അവരൊക്കെ ഞാൻ ആ സിനിമയിൽ നിന്ന് എൻ്റെ ടേക്ക് അവേ ആണ് അവരൊക്കെ. ഞാൻ ഇപ്പം നസ്ലൻ ആണെങ്കിലും മാത്യു ആണെങ്കിലും എനിക്ക് അവരെ ഇപ്പോഴും എനിക്ക് അതേ ഫീലാണ് എനിക്ക് അവരുടെ അടുത്ത്. ഞാൻ അവരുടെ അടുത്ത് ഭയങ്കര ഇമോഷണലി എനിക്ക് അവരോട് ഭയങ്കര എനിക്കൊരു സിസ്റ്റർ ഫീലാണ് രണ്ടുപേരുടെ അടുത്തും. അപ്പം എനിക്കിപ്പോഴും അവരുടെ സിനിമകൾ അതിന് ശേഷം സക്സസ് ആയിട്ടൊക്കെ കാണുമ്പോൾ ഞാൻ എപ്പോഴും ഈ സിനിമയിൽ നിന്ന് ഉണ്ടായിട്ടുള്ള ഒരു ബന്ധത്തിൻ്റെ പുറത്തായതുകൊണ്ട് അതെനിക്ക് കുറച്ചുകൂടെ ഭയങ്കര പേഴ്സണൽ കണക്ഷനും കൂടെ ഉണ്ട് അവരുടെ അടുത്ത്. നമ്മൾ മാത്യുവിൻ്റെ അടുത്തും നസ്ലൻ്റെ അടുത്തൊക്കെ ഇപ്പോൾ അവരുടെ ഒരു സിനിമ ഹിറ്റാവുന്നു, അല്ലെങ്കിൽ അവരൊരു സാധനങ്ങൾ ചെയ്യുന്നു, അവരുടെ സിനിമകൾ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നു, അവരെ ആൾക്കാർ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നു, അല്ലെങ്കിൽ അവരെ ആൾക്കാർ എന്തെങ്കിലും ട്രോൾ ചെയ്യുമ്പോഴൊക്കെ എനിക്ക് വിഷമാവുകയൊക്കെ ചെയ്യും. പക്ഷെ അത് എനിക്ക് ആ ഒരു ബന്ധം എനിക്ക് ഉണ്ടാവുന്നത് ഈ സിനിമയിൽ നിന്നാണെന്നുള്ളത് കൊണ്ടുമൊക്കെ എനിക്കത് ഭയങ്കര സ്പെഷ്യലാണ്. എനിക്ക് ജോൻജോ എനിക്ക് ഭയങ്കര, പിന്നെ ഞാനുമായിട്ട് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന പോലത്തെ ഒരു ക്യാരക്ടറായിരുന്നു എനിക്കത്. എനിക്ക് കുറച്ചുകൂടെ ഈസിലി ആക്സസ് ചെയ്യാൻ പറ്റുന്നത് പോലത്തെ ഒരു ക്യാരക്ടറായിരുന്നു. അതുകൊണ്ടൊക്കെ എനിക്കത് ഭയങ്കര ഫേവറേറ്റ് ആണ്. എൻ്റെ അടുത്ത ക്വസ്റ്റൻ അതായിരുന്നു. ഇപ്പൊ നെസ്ലിനും അതേപോലെ തന്നെ മാത്യുവും ഒരു ഇന്റർവ്യൂല് ഞാൻ പറഞ്ഞിട്ടുണ്ട് അവരെന്റെ അനിയന്മാരാണെന്ന്. സോ ഇപ്പോ നെസ്ലിനും മാത്യുവും നിൽക്കുന്ന ഒരു പൊസിഷൻ ഉണ്ട്. ലോകയായാലും നൈറ്റ് റൈഡേഴ്സ് ആയാലും അവർ ചെയ്തിട്ടുള്ള ക്യാരക്ടേഴ്സ് ആയാലും. സോ ആസ് എ സിസ്റ്റർ എനിക്ക് ആ സിസ്റ്റർ ഫീലിൽ ഞാൻ ഭയങ്കര പ്രൗഡായിട്ടുള്ള ഒരാളാണ്. ഇപ്പം എനിക്ക് ഇപ്പോഴും എനിക്ക് ഇപ്പൊ ഈ അടുത്ത് മാത്യും ഭയങ്കര താടിയൊക്കെ വെച്ച് എനിക്കാണെങ്കിൽ മറ്റേ ഇവനങ്ങ് വലിയതായി എന്നുള്ളത് നസ്ലിനെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട്. അപ്പൊ എനിക്ക് അങ്ങനെ പെട്ടെന്നൊരു ചേഞ്ച് എനിക്ക് ഫീൽ ചെയ്യാറുണ്ടായിരുന്നില്ല. മാത്യുവിനെ ഞാനൊരു ഗ്യാപ്പ് കഴിഞ്ഞ് കണ്ടപ്പോൾ എന്നിട്ട് ഞാൻ എഡിജനെ വിളിച്ച് പറയുന്നത്, എഡിജ ഇവൻ വലിയതായി, അവന് താടിയൊക്കെ മീശയൊക്കെ വന്നു, അവൻ വലിയതായി എന്നുള്ളത് എനിക്ക് പെട്ടെന്ന് ഡൈജസ്റ്റ് ആവുന്നുണ്ടായിരുന്നില്ല. പക്ഷെ അവർ രണ്ടുപേരും ഭയങ്കരമായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്ന പിള്ളേരാ. ശരിക്കും ഭയങ്കര, നസ്ലിനാണെങ്കിലും ഭയങ്കരമായി ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇതിപ്പോൾ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ അവൻ ചെയ്യും. അല്ലാത്ത പക്ഷം അവനതൊന്നും ചെയ്യാൻ വലിയ താല്പര്യമുള്ള ആളല്ല. ജനറലി അവൻ്റെ ഡേ ടു ഡേ ലൈഫിൽ അത്രയും എഫേർട്ട് എടുക്കുന്ന ഒരാളാണോ എന്ന് ചോദിച്ചാൽ അവൻ അങ്ങനെ ഒരാളല്ല. പക്ഷെ അവൻ്റെ ക്യാരക്ടേഴ്സിന് വേണ്ടിയിട്ട് അവൻ എഫേർട്ട് എടുക്കുന്നത് കാണുമ്പോൾ എനിക്ക് ഞാൻ ഭയങ്കര പ്രൗഡായിട്ട് ഫീൽ ചെയ്യാറുണ്ട്. ബിക്കോസ് അതായത് എൻ്റെ ഡെഡിക്കേഷനും അങ്ങനത്തെ സാധനങ്ങളൊന്നല്ല പറയുന്നത്, പുറത്തുനിന്ന് ഒരാൾ എന്നുള്ള രീതിയിൽ കാണുമ്പോൾ തന്നെ ആണെങ്കിലും ആ പ്രായമല്ലേ ഉള്ളൂ. അപ്പോൾ ആ പ്രായത്തിൽ എത്രയും അധികം ഇപ്പം എനിക്ക് തോന്നുന്നു ആലപ്പുഴ ജിംഖാനയ്ക്ക് വേണ്ടിയിട്ട് അവരുടെ ഒരു ട്രാൻസ്ഫോർമേഷൻ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് ഇവനിങ്ങനെ അവന് ബിരിയാണി കഴിക്കാനൊക്കെ ഇഷ്ടമുള്ള, നോൺ വെജ് ഒക്കെ കഴിക്കാനൊക്കെ അങ്ങനത്തെ ഇഷ്ടമുള്ള ഒരാളാണ്. പക്ഷെ ആ സമയത്ത് ഇതൊക്കെ ഭയങ്കരമായിട്ട് കൺട്രോൾ ചെയ്തു എന്നൊക്കെ പറയുന്നത് ഞങ്ങൾക്ക് ശരിക്കും പറയുകയാണെങ്കിൽ ഭയങ്കര, എനിക്ക് നീ അത് ചെയ്യോ എന്ന് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷെ സിനിമയ്ക്ക് വേണ്ടിയിട്ട് മേ ബി ചിലപ്പോൾ അവർക്കത് ബാക്കിയുള്ളവരുടെ അത്രയും സ്ട്രഗിളിലൊന്നും കിട്ടിയതായിരിക്കില്ല. പക്ഷെ അതിൽ നിലനിൽക്കാൻ വേണ്ടിയിട്ട് അവർ രണ്ടുപേരും ഇടുന്ന എഫേർട്ട് എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. രണ്ടുപേരും മാത്യു ജനറലി ഭയങ്കരമായിട്ട് ഞങ്ങൾ ജോൻ്റെ സമയത്ത് അവനെ മെത്തേഡ് മാത്യു എന്ന് വിളിക്കാം. ഭയങ്കര മെത്തേഡ് പിടിച്ച് അഭിനയിക്കുന്ന ഒരാളാണ്. അതിൽ ഭയങ്കര ഡെഡിക്കേറ്റഡ്. ഇപ്പം അവൻ ജോൻ്റെ സമയത്ത് ഈ കോസ്റ്റ്യൂം ഇട്ടിട്ടാണ് അവൻ റൂമിൽ നിന്ന് വരിക. ചിലപ്പോൾ ഉറങ്ങുന്നത് ഈ കോസ്റ്റ്യൂമിലായിരിക്കും. അങ്ങനെ, അതായത് ചില സീരിയസ് സീനുകളൊക്കെ എടുക്കുന്ന 18+ അവൻ അഭിനയിക്കാൻ അവനൊരു വള ഉണ്ടായിരുന്നു. അപ്പൊ ഇവരെപ്പോഴും പറയും, ആ വള ഇട്ട് കഴിഞ്ഞാൽ ഇവൻ മറ്റേ ക്യാരക്ടറായി, വള ഊരിയ കുഴപ്പമില്ല എന്ന് പറയും. വള ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര സീരിയസ് ആ സാധനമൊക്കെ ഉണ്ടാവും. പക്ഷെ അത് ഞാൻ പറയില്ല, അത് ചെയ്യുന്ന ജോലിയോട് അവർ കാണിക്കുന്ന ആത്മാർത്ഥത എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ ഞാൻ ഭയങ്കര ഹാപ്പി. രണ്ടുപേരും അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്നതിൽ ഞാൻ ഭയങ്കര ഹാപ്പി. അവരത് ഭയങ്കര എഫേർട്ട് എടുത്തിട്ട് ചെയ്യുന്ന ആളാണ്. ഇപ്പം അടുത്ത സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഇപ്പം അവനോട് ഒരു 10 കിലോ കുറയ്ക്കണം എന്ന് പറഞ്ഞാൽ അവനെ 10 കിലോ കുറയ്ക്കും. ഒരു 10 കിലോ കൂട്ടണം എന്ന് പറഞ്ഞാൽ 10 കിലോ കൂട്ടും. ചിലപ്പോൾ ഞാനൊക്കെ ആണെങ്കിൽ 10 കിലോ 10 കിലോ കുറയ്ക്കാൻ പറ്റുമോ എന്ന് അറിയില്ല എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവരൊക്കെ അത് ചെയ്യുമെന്ന് പറയുന്നത് അത്രത്തോളം ഡെഡിക്കേറ്റഡ് ആയിട്ട് അത് ചെയ്യുന്നത് ആൾക്കാരാണ്. അപ്പം അതിൽ അവരാ ചെയ്യുന്ന ഹാർഡ് വർക്കിനുള്ളതാണ് അവർക്ക് കിട്ടുന്ന റിസൾട്ട് എന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഇനി മെമ്മറി ഗുരുവായൂർ അമ്പലനടയിൽ അഴകിയ ലൈല. പിന്നെ നല്ല മെമ്മറി എന്ന് പറഞ്ഞാൽ മൊത്തം ടീം ഭയങ്കര രസമായിരുന്നു. അഴകിയ ലൈല ഷൂട്ട് ചെയ്തത് ഭയങ്കര രസമായിരുന്നു. കാരണം എനിക്ക് ബേസിലായിട്ട് മുഖത്തൊക്കെ ചിരി വരും, ബേസിലായിട്ട് എൻ്റെ മുഖത്തൊക്കെ ചിരി വരും. ഇത് ഞങ്ങളൊരു എനിക്ക് 16 17 18 ടേക്കൊക്കെ പോയിട്ടുണ്ട്. ഇത് ചിരിക്കാതിരിക്കാന്ന് പറയുന്നത് ഭയങ്കര പ്രശ്നമായിരുന്നു. ഇമോഷൻ പിടിക്കണം അത്. പക്ഷെ ഞാൻ എന്നെ
ഈ തമിഴ്നാട്ടിലൊക്കെ പല ആൾക്കാരും ഇപ്പോഴും പറയുന്ന അഴകിയലയില എന്ന് പറഞ്ഞിട്ടാണ്. ആ സമയത്ത് ഈ ഇങ്ങനെ ഗുരുവായൂർ ഇറങ്ങിയ സമയത്ത് റീൽസ് നോക്കാൻ പറ്റില്ല. മറ്റിങ്ങനെ അഴകിയലയില ഇങ്ങനെ വന്നോണ്ടിരിക്കും. എല്ലാത്തിലും അങ്ങനെയായിരുന്നു. അങ്ങനെ അങ്ങനെ പ്ലേസ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഈ അഴകിയലയില ഇത്. അപ്പോൾ ഇനി അത് ഞാനൊരിക്കലും അങ്ങനത്തെ ഒരു ഇതിൽ അത് ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ലാസ്റ്റ് മെമ്മറി വാഴ ഉണ്ടല്ലോ, വാഴ എനിക്ക് വേറൊരു, ഞാൻ ഇതുവരെ ചെയ്തത് ഇവിടെ സിനിമകൾ ചെയ്തപ്പോഴും ഞാൻ തമിഴ് സിനിമകൾ ചെയ്തപ്പോഴൊക്കെ കുറച്ചുകൂടി ഈ ഒരു ഫൺ അറ്റ്മോസ്ഫിയറിലാണ് ഞാൻ സിനിമകൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഭയങ്കര എല്ലാവരും ഭയങ്കര ചിരിച്ച് കളിച്ച് അങ്ങനെ ഇപ്പോൾ നമുക്ക് ചോദിച്ച് വർത്താനൊക്കെ പറ അങ്ങനത്തെ. ഇത് അങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയറേ ആയിരുന്നില്ല. ഇത് ഭയങ്കര ഒച്ചയൊക്കെ ഉള്ള, ഭയങ്കര എല്ലാവരും മറ്റേ പുള്ളി എപ്പോഴും ഇങ്ങനെ സ്ക്രീം ചെയ്താണ് എല്ലാ കാര്യങ്ങളും. അത് മൈക്കിൽ കൂടെ ഭയങ്കരമായിട്ട് അങ്ങനെയൊക്കെ എടുത്തിട്ടാണ് ഇത് പറയാം. അപ്പോൾ ഞാൻ പറയാം, പാരലലി ഞാൻ ആ സമയത്ത് ഇവിടെ അയൽവാസി ഷൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ അയൽവാസിയിൽ ഞാൻ അവിടെ നിന്ന് ഇത്രയും ഒച്ചയും ബഹളവും ആൾക്കാരും മറ്റേ അങ്ങോട്ട് പാസിങ് ഇങ്ങോട്ട് മറ്റേ ഭയങ്കര ബഹളമൊക്കെ കേട്ടിട്ട് ഈ ഇവിടെ അയൽവാസിയിൽ വരുമ്പോൾ എനിക്ക് മരിച്ച വീട്ടിലൊക്കെ വരുന്നില്ലായിരുന്നു. എനിക്ക് നിങ്ങളാരും എന്താ മിണ്ടാത്തത് അങ്ങനെയായിരുന്നു എനിക്ക്. ഇവിടെ മറ്റേ ഭയങ്കര വലിയ ഒച്ചയില്ല, അങ്ങനെ ഒച്ചപ്പാട് ബഹളമൊന്നുമില്ല, അതൊന്ന് അങ്ങനെയാണ്. പിന്നെ ഞാനാണ് ഇവിടെ മലയാളം ചെയ്യുന്ന സമയത്ത് കൂടുതലും ഞാൻ ഈ ബാക്കി എൻ്റെ ക്രൂവിൻ്റെ കൂടെ ഇരുന്നിട്ടാണ് ഞാൻ ഫുഡ് കഴിക്കുക. ഞാൻ അധികം ക്യാരവനിൽ ഇരുന്ന് കഴിക്കാറില്ല. ഇത് അവിടെ പോയി ക്രൂവിൻ്റെ കൂടെ ഇരുന്ന് കഴിഞ്ഞാൽ അവരെല്ലാവരും നമ്മളിങ്ങനെ നോക്കും, എന്താ ഇവിടെ അങ്ങനെ. അപ്പം അതൊക്കെ ഭയങ്കര വ്യത്യാസം ആയിരുന്നു. ഒരുപാട് സിനിമകൾ കണ്ട് കരഞ്ഞിട്ടുണ്ടാവും വിചാരിക്കുന്നു. ചെറുപ്പത്തിലാണ് സമ്മാനം എന്ന് പറഞ്ഞിട്ടൊരു സിനിമ കണ്ടിട്ടുണ്ടോ? അല്ലേ, ഒരു ആനക്കുട്ടീനെ കാട്ടി വിടുന്ന, അത് ഞാൻ ഭയങ്കര കരച്ചിലായിരുന്നു. പിന്നെ ആകാശദൂത് കണ്ടിട്ട് ഡെഫിനറ്റ് ആയിട്ട് കരഞ്ഞിട്ടുണ്ട്. ഈ അടുത്ത് കിഷ്കിന്ധാകാന്ഡം കണ്ടിട്ട് ഞാൻ ഭയങ്കരമായിട്ട് കരഞ്ഞിട്ടുണ്ട്. എനിക്കത് എൻ്റെ അച്ഛന് ഇത്രയും മെമ്മറി ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അപ്പം എനിക്ക് ഈ കുട്ടേട്ടൻ്റെ ചില മാനറിസംസ് ഭയങ്കരമായിട്ട് എനിക്കിത്, അപ്പം എനിക്ക് ആ സിനിമ എന്ന് പറയുന്നത് ഞാനിങ്ങനെ എനിക്ക് അത് കുട്ടേട്ടനെ കാണിക്കുമ്പോഴൊക്കെ എനിക്കിങ്ങനെ ഞാൻ അങ്ങനെ കരഞ്ഞോണ്ടാണ് ഞാൻ ആ സിനിമ മുഴുവൻ കണ്ടു തീർത്തത്. അതുകൊണ്ട് കിഷ്കിന്ധാകാന്ഡം ഈ അടുത്ത കാലത്ത് കരഞ്ഞ സിനിമ എന്ന് വെച്ചാൽ കിഷ്കിന്ധാകാന്ഡം. എന്നെ കരയിപ്പിക്കാൻ കുറച്ച് എളുപ്പമാണ്. ഇങ്ങനത്തെ സിനിമകളിലൂടെ കരയിപ്പിക്കാൻ, ചിരിപ്പിക്കാൻ ഭയങ്കര പാടാണ്. അങ്ങനെ എല്ലാ കോമഡിക്കൊന്നും ഞാൻ ചിരിക്കില്ല. എൻ്റെ കസിൻസൊക്കെ പണ്ട് എൻ്റെ സിനിമയ്ക്ക് കൊണ്ടുപോയിട്ട് പിന്നെ എനിക്കൊന്ന് ആര്യ 2 ഒന്ന് കാണാൻ പോയിട്ട് എല്ലാവരും തിയേറ്റർ മുഴുവൻ ചിരിക്കുമ്പോൾ ഞാനിങ്ങനെ അങ്ങനെ ഇപ്പോഴും അവരത് പറഞ്ഞ് എന്നെ കളിയാക്കും. മറ്റേ ഇവളെ കൊണ്ടുപോകാൻ പറ്റില്ല, ഇവളങ്ങനെ സിനിമയ്ക്ക് കണ്ടു കഴിഞ്ഞാൽ ചിരിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. ചിരിക്കാൻ പാടാണ്, കരയും, പെട്ടെന്ന് കരയും. എന്നെ ഏറ്റവും കൂടുതൽ ചിരിച്ചിട്ടുള്ള സിനിമ ഏതാ? Which is that movie that made you laugh non-stop? ചിയേടി മൂസ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ സിനിമ. ഈ അടുത്ത കാലത്തും കൂടെ ഞാനത് കണ്ടിട്ടുണ്ട്. എനിക്ക് ചിരിച്ചു എന്നൊക്കെ പറയാൻ അത് എന്നെ ചിരിപ്പിച്ച സിനിമയാണ്. ഹസ്ബൻഡ്സ് ഇൻ ഗോവയാണോ? ഹാപ്പി ഹസ്ബൻഡ്സ് ആണോ? ഫസ്റ്റ് വൺ. നീ എവിടെ? ഞാനങ്ങ് ദൂരെ മലേഷ്യ. അത് എനിക്ക് ആ സിനിമയിലെ ഇന്ദ്രേട്ടൻ്റെ ക്യാരക്ടറൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആ സിനിമ ഞാൻ കുറേ ചിരിച്ചിട്ടുണ്ട്. താങ്ക് യു സോ മച്ച് നിഖില. ഇറ്റ് വാസ് എ പ്ലഷർ ഹാവിങ് യു. താങ്ക് യു. ബട്ട് ബിഫോർ ഗോയിങ് ഒരു ടോക്കൺ ഓഫ് ലവ് ഉണ്ട്. Hi Nikhila, so here is a personalized gift from MYOP. Thank you. Thank you, Indranil.